ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ലാഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള പല വ്യൂവേഴ്സും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെയുള്ള പല ഫീഡ്ബാക്ക് നമുക്ക് തരാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ സീരീസ് ആയിരുന്നു പ്രൊനൗൺസിയേഷൻ്റെ. അപ്പം പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചാരണമാണ്, നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തെറ്റായിട്ട് ഉച്ചരിക്കുന്ന 10ഓളം വാക്കുകളും അതിന് യഥാർത്ഥ ഉച്ചാരണവുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് സമയം കളയണ്ട. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമുക്ക് ഒന്നാമത്തെ വാക്കിലേക്ക് പോവാം. ഇതാ ഈ വാക്കാണ്. നമ്മളൊരു റിസോർട്ടിലൊക്കെ പോയിട്ട് അവരോട് ചോദിക്കും, എനിക്കൊരു സ്യൂട്ട് റൂം തരുമോ, അല്ലേ? പലരും ഇങ്ങനെയാണ് ചോദിക്കുന്നത്. കാരണം SUITE ആണ് അതിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ അത് സ്യൂട്ട് എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ആ ഉച്ചാരണം തെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയാവോ? അത് സ്വീറ്റ്. സ്വീറ്റ്. ഇറ്റ്സ് നോട്ട് സ്യൂട്ട് റൂം, ഇറ്റ്സ് സ്വീറ്റ്. നമുക്കിതൊരു സെൻറ്റൻസിലൊന്ന് ഉപയോഗിക്കാം. Can I get a suite with a living room and kitchen? എനിക്ക് ലിവിങ് റൂമും കിച്ചണുമുള്ള ഒരു സ്വീറ്റ് കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ മധുരം എന്ന് വെച്ചാലും സ്വീറ്റ് അല്ലേ? അതിൻ്റെ ഉച്ചാരണവും ഇങ്ങനെയല്ലേ? അതെ, SWEET, മധുരം എന്നുള്ള വാക്കിൻ്റെ ഉച്ചാരണവും സെയിം ആണ്. അപ്പം ഈ കാണുന്ന വാക്ക് സ്വീറ്റ് ആണ്, മധുരം എന്നുള്ള വാക്കും സ്വീറ്റ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി ഇതിൽ തെറ്റ് വരുത്തരുത് കേട്ടോ. സ്വീറ്റ്, സ്വീറ്റ്. ഐ റിപ്പീറ്റ്, സ്വീറ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ വാക്കിലേക്ക് പോവാണ്. ഇത് പ്രധാനമായിട്ടും സ്പോർട്സ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാക്കൊന്ന് കണ്ടാലോ? എന്താണ്? ഡിബറ്റ് അല്ലെങ്കിൽ ഡെബ്യൂട്ട് എന്തെന്നാണ് നിങ്ങൾ പറയുക? ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം എന്താണെന്നറിയാവോ? ഡെബ്യൂ. ഡെബ്യൂ. അതായത് ആദ്യത്തെ മത്സരം അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. ഒരാളുടെ അരങ്ങേറ്റ മത്സരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ വാക്കാണിത്, ഡെബ്യൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സെൻറ്റൻസിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. He marked his debut by beating the champion. അതായത് അവൻ്റെ അരങ്ങേറ്റം തന്നെ ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ടാണ് നടത്തിയത്. അപ്പോൾ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചേ. ഡെബ്യൂ. ഡെബ്യൂ എന്ന് പറഞ്ഞ് ഡെബ്യൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാക്ക്. ഇനി നിങ്ങൾ ഈ വാക്ക് തെറ്റിക്കരുത്. ഇനി നമുക്ക് മൂന്നാമത്തെ വാക്കിലേക്ക് പോകാം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. എനിക്ക് ആമസോണിൽ നിന്നൊരു കൂപ്പൺ കിട്ടി, എനിക്ക് സ്വിഗ്ഗിയിൽ നിന്നൊരു കൂപ്പൺ കിട്ടി, അല്ലേ? അതായത് ആ കൂപ്പൺ കൊടുത്താൽ എനിക്ക് 50 രൂപ കുറച്ച് കിട്ടും. പലരും പറയുന്നതാണ് കൂപ്പൺ. എന്നാൽ അത് കൂപ്പൺ ആണോ? അല്ല, അതിൻ്റെ ഉച്ചാരണം തെറ്റാണ്. ഇറ്റ്സ് കൂപ്പോൺ. കൂപ്പോൺ. അതെ, കൂപ്പോൺ എന്നാണ് പറയേണ്ടത്, അല്ലാണ്ട് കൂപ്പൺ എന്നല്ല. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസിൽ ഇത് നോക്കാം. ഐ ഗോട്ട് എ കൂപ്പോൺ ഫ്രം ആമസോൺ. ഐ ഗോട്ട് എ കൂപ്പോൺ ഫ്രം ആമസോൺ. അപ്പോൾ ഇനി സുഹൃത്തുക്കളൊക്കെയാണ് സംസാരിക്കുമ്പോൾ കൂപ്പൺ കിട്ടി എന്ന് പറയരുത്, പകരം കൂപ്പോൺ കിട്ടിയെന്ന് പറയണം. പലരും നിങ്ങളെ കളിയാക്കാം, പക്ഷെ ഏതാണ് യഥാർത്ഥ ഉച്ചാരണം? കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂപ്പോൺ. കൂപ്പോൺ. ഇനി നമുക്ക് നാലാമത്തെ വാക്കിലേക്ക് പോവാം. ഇത് കുഴിച്ചിടുക എന്നാണ് അർത്ഥം. എന്താ പറയുക? ബറി? നോ, ബറി എന്നല്ല പറയേണ്ടത്. ഇറ്റ്സ് ബെറി. ബെറി എന്ന് വെച്ചാൽ എന്തെങ്കിലും മണ്ണൊക്കെ മാറ്റി നമ്മൾ എന്തെങ്കിലും സാധനം കുഴിച്ചിടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, he buried all his money in his backyard. അവൻ്റെ വീടിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ പൈസ മുഴുവൻ കുഴിച്ചിട്ടു, അല്ലേ? ബെറി. ഇതാണ് ഇതിൻ്റെ ഉച്ചാരണം. എങ്ങനെയാ പറഞ്ഞത്? ബെറി. ബെറി. ഒന്ന് റിപ്പീറ്റ് ചെയ്ത്. ബെറി. തെറ്റ് വരുത്താൻ പാടില്ല കേട്ടോ. നമ്മളൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ് ബെറി. ഓക്കെ, നമുക്കിനി അടുത്ത വാക്കിലേക്ക് പോവാം. അടുത്ത വാക്ക് ഇന്നത്തെ കാലത്ത് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാക്കാണ്. പലരും ഈ മോഡേൺ യുഗത്തിൽ, പ്രത്യേകിച്ച് കൊറോണയ്ക്കൊക്കെ ശേഷം അതിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ട്. ആ വാക്കാണ് ഇത്. എന്താണ്? പിസ്സയാണോ? അല്ല, അതാണ് പിസ്സ. അല്ലേ? നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ പലരും വീട്ടിലിരുന്ന് കുട്ടികളൊക്കെ നിരന്തരം കാർട്ടൂൺ ചാനൽസ് കാണാൻ തുടങ്ങി. അങ്ങനെ പേരൻസ് ഒക്കെ പഠിച്ചെടുത്തു. ഇതിൻ്റെ പേര് പിസ്സ എന്നല്ല, പകരം പിസ്സ. അല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പിസ്സ എന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾ ചിലപ്പോൾ നിങ്ങളെ തിരുത്തി തരും. എന്തെന്ന് പറയും? അത് പിസ്സയല്ല, ഇറ്റ്സ് പിസ്സ. പിസ്സ. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. ഒന്ന് പറഞ്ഞേ. പിസ്സ. ഫോർ എക്സാമ്പിൾ, can you get me a pizza please? Can you get me a pizza please? Can you get me a pizza please? അപ്പോൾ ഇനി ഉച്ചാരണം മറക്കില്ലല്ലോ. പിസ്സ. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു വാക്കാണ്. നോക്കൂ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക.
അതിനെന്താ ഡൗട്ട് അല്ലേ? ഡേറ്റ അല്ലേ? ഡാറ്റ, ചില ഡാറ്റ എന്ന് പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതാണ് ഏറ്റവും പ്രധാനം അല്ലേ? ആളുകളുടെ വിവരങ്ങൾ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇതിന് യഥാർത്ഥ ഉച്ചാരണം എന്തെന്നറിയാവോ? ഡേറ്റ. ഡേറ്റ. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കേട്ടൊരു സ്കാമാണ് സ്പ്രിംഗ്ലർ ഡേറ്റയെക്കുറിച്ച്. ഡാറ്റ അല്ല, ഡേറ്റ അല്ല, ഡേറ്റ. ഡേറ്റ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത്, ഡേറ്റ. ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സൈറ്റിലൊക്കെ കയറുവാണ്. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ ചോദിക്കുക, എൻ്റെ ഡേറ്റയൊക്കെ സേഫ് ആയിരിക്കുമോ? വിൽ മൈ ഡേറ്റ ബി സേഫ്? വിൽ മൈ ഡേറ്റ ബി സേഫ്? അല്ലേ? എൻ്റെ ഡേറ്റ സേഫ് ആയിരിക്കുമോ? അപ്പോൾ ഡാറ്റയെന്നും ഡേറ്റ എന്നൊന്നും പറയരുത്, ഡേറ്റ. ഒന്ന് പറഞ്ഞ്, ഡേറ്റ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. ഇത് ഇൻ്റർനെറ്റുമായിട്ട് മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് നല്ല ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇത് വാക്ക് നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ക്യാഷേ അല്ലേ? അല്ലെങ്കിൽ ക്യാച്ചേ എന്നൊക്കെ നിങ്ങൾ പറയും. അതായത് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ജങ്ക് ഫയൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പലരും പറയുന്നൊരു വാക്കാണ് ആ ക്യാഷേ ഒന്ന് ക്ലിയർ ചെയ്തേ. ക്യാഷേ എന്ന് ക്യാഷേ എന്നാണ് അതിന് പറയേണ്ടത്. അല്ല, അതിൻ്റെ ഉച്ചാരണം എന്തെന്നറിയാവോ? ക്യാഷ്. ക്യാഷ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, നമ്മുടെ പൈസ ക്യാഷ് എന്ന് നമ്മൾ പറയില്ലേ, CASH, ഇതിൻ്റെ ഉച്ചാരണമോ? അതും സെയിം ഉച്ചാരണം തന്നെയാണ്, സെയിം പ്രൊനൗൺസിയേഷൻ ആണ് കേട്ടോ, ക്യാഷ്. അപ്പം ഈ വാക്കൊന്നുകൂടെ പറഞ്ഞേ, ക്യാഷ്. ക്യാൻ യു ക്ലിയർ ദ ക്യാഷ് പ്ലീസ്? അതായത് ഈ ക്യാഷ് ക്ലിയർ ചെയ്യുമ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്, പൈസ എന്നല്ല അതിൻ്റെ അർത്ഥം, ആ ഡേറ്റയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് കളയേണ്ട ചില കാര്യങ്ങൾ. കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവർ മിക്കപ്പോഴും വരുന്നൊരു തെറ്റാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, ക്യാഷ്. ക്യാഷ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത വാക്കിലേക്ക് പോയാലോ? ഈ വാക്ക് എല്ലാവരും നിരന്തരം തെറ്റിക്കുന്നൊരു വാക്കാണ്. ഇതിന് ഉച്ചാരണം ഒന്ന് പറഞ്ഞു നോക്കിയേ. എപ്പിറ്റോം ആണോ? അല്ല, പലരും ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, എപ്പിറ്റോം. കാരണം എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? എപ്പിറ്റമി. എപ്പിറ്റമി അല്ലേ? അതായത് നല്ല മകുടോദാഹരണം, സംക്ഷിപ്ത രൂപം എന്നൊക്കെ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ദി എപ്പിറ്റമി ഓഫ് കൈൻഡ്നെസ്. അവള് കരുണയുടെ ഒരു മകുട ഉദാഹരണമാണ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സ്ട്രീറ്റിലൊക്കെ കിടക്കുന്ന ഒരാൾ പോയി പരിചരിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ മുറിവ് വെച്ച് കെട്ടുന്നു. അപ്പോൾ നമുക്ക് പറയാം, ഷീ ഈസ് ആൻ എപ്പിറ്റമി ഓഫ് കൈൻഡ്നെസ്. മദർ ട്രേസ ഈസ് എൻ എപ്പിറ്റമി ഓഫ് കൈൻഡ്നെസ്. കണ്ടോ? എപ്പിറ്റമി. എപ്പിറ്റോം അല്ല, എപ്പിറ്റമി. ഓക്കെ, ഇനി സംശയം ഉണ്ടാവില്ലേ? ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പിറ്റമി. ഓൾറൈറ്റ്. അടുത്ത വാക്ക് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇതാ ഈ വാക്ക് എന്താണ് ഇതിൻ്റെ ഉച്ചാരണം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പിക്ചർ അല്ല, ഇറ്റ്സ് പിക്ചർ. പിക്ചർ. ആറ് കുറച്ച് സൈലൻ്റ് ആണ്. ഓൾറൈറ്റ്. പിന്നെ ക എന്ന് പറയുന്ന സൗണ്ട് പറയണം. പിക്ചർ. പിക്ചർ അല്ലേ? പടം എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, can you help me to hang the picture on the wall? Can you help me to hang the picture on the wall? ഭിത്തിയിൽ ഈ പടം തൂക്കിയിടാൻ എന്നെ സഹായിക്കാമോ? Can you help me to hang the picture on the wall? പിക്ചർ. ഒന്ന് പറഞ്ഞ്, പിക്ചർ. പിക്ചർ. ഓൾറൈറ്റ്. ക്ലിയർ ആണല്ലോ? അടുത്ത വാക്കിലേക്ക് നമുക്ക് പോകാം. അടുത്ത വാക്കും ഡേറ്റ എന്ന് പറയുന്ന വാക്കിനോട് കുറച്ച് ചേർന്നിരിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ. നീ ഗൾഫിൽ പോയിരിക്കും അല്ലേ? നിന്റെ വിസ വന്നോ? വിസ. അത് വിസയല്ല, ഇറ്റ്സ് വിസ. കണ്ടോ? ഒരു നീളമുണ്ട് അവിടെ. വിസ. ഒന്ന് പറഞ്ഞേ, വിസ. ഡിഡ് യു ഗെറ്റ് യുവർ വിസ? വെൻ വിൽ യു ഗെറ്റ് യുവർ വിസ സ്റ്റാമ്പ്ഡ്? വെൻ വിൽ യു ഗെറ്റ് യുവർ വിസ സ്റ്റാമ്പ്ഡ്? അല്ലേ? പലപ്പോഴും ഗൾഫിലും വിദേശ രാജ്യങ്ങളൊക്കെ പോകുന്നവരോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി വിസ എന്ന് പറയരുത്, വിസ എന്ന് പറയുക. ഡിഡ് യു ഗെറ്റ് യുവർ വിസ? വിസ. ക്ലിയർ ആണല്ലോ? അടുത്ത വാക്ക് എല്ലാവരും തന്നെ തെറ്റിക്കുന്നതാണ്, ധരിക്കുക. എന്താ നമ്മൾ പറയുക? വാക്ക് ഇവിടെ ഉണ്ട്. എന്താണ്? വിയർ? നോ, ഇറ്റ്സ് വെയർ. വെയർ. എവിടെയെന്ന് നമ്മൾ ചോദിക്കില്ലേ? WHERE. അതേ ഉച്ചാരണമാണ് ഇതിനും വരുന്നത്, വെയർ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫംഗ്ഷന് പോകുന്നു, എല്ലാവരോടും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വരാനാണ് പറഞ്ഞത്. നമ്മളൊരു കൂട്ടുകാരൻ മാത്രം റെഡ് ഇട്ടിട്ട് വന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, വൈ ഡിഡ് യു വെയർ ദ ബ്ലാക്ക് ഷർട്ട്? വൈ ഡിഡ് യു വെയർ ദ ബ്ലാക്ക് ഷർട്ട്? നമുക്കറിയാം അവനൊരു ബ്ലാക്ക് ഷർട്ട് മേടിച്ചിരുന്നു എന്ന്. എന്തേ ആ ബ്ലാക്ക് ഷർട്ട് ഇടാതിരുന്നു? വൈ ഡിഡ് യു വെയർ ദ ബ്ലാക്ക് ഷർട്ട്? ഒന്ന് പറഞ്ഞേ, വൈ ഡിഡ് യു വെയർ ദ ബ്ലാക്ക് ഷർട്ട്? അപ്പം ഇത് വിയർ അല്ല, വെയർ ആണ്. വെയർ. വെയർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് 10ാമത്തെ വാക്ക്, ലാസ്റ്റ് വാക്കാണ് കേട്ടോ. ഈ വാക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്താണ് ഇതിൻ്റെ ഉച്ചാരണം? ഇത് ഓഫൻ ഓർ ഓഫ്റ്റൻ
അല്ലെ പലപ്പോഴും ഓഫ്റ്റൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡിഫറൻസ് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തമ്മിലൊരു പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ആണ്. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഓഫൻ, ഓഫൻ, ഓക്കെ, ഓഫ്റ്റൺ അല്ല ഓഫൻ. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ഓഫ്റ്റൺ എന്നായിട്ട് മാറി. ഓഫ്റ്റൺ അത്ര എടുത്ത് നിൽക്കുന്നില്ല, എന്നിരുന്നാലും ഓഫ്റ്റൺ കേട്ടോ, ആ സൗണ്ട് അവിടെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പല വാക്കുകളുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് ഉള്ള പല വാക്കുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നമ്മൾ തിരിച്ചു വരുന്നു. ഈ വാക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഓഫൻ, ഓഫൻ. ഫോർ എക്സാമ്പിൾ, ഹൗ ഓഫൻ ഡു യു ഗോ ടു ദ മാർക്കറ്റ്? നീ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ എത്ര തവണ മാർക്കറ്റിൽ പോകാറുണ്ട് എന്ന് ചോദിക്കാറില്ലേ? ഹൗ ഓഫൻ, ഓഫൻ അല്ലേ. മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹൗ ഓഫൻ എന്ന് പറഞ്ഞൊരു യൂസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓഫൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ 10 വാക്കുകൾ പഠിച്ചിരിക്കുകയാണ് അല്ലെ. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, എന്നാൽ എല്ലാവരും തന്നെ തെറ്റ് വരുത്തുന്ന വാക്കുകളാണ്. പ്രത്യേകിച്ച് പത്രത്തിലൊക്കെ മലയാളത്തിൽ അടിച്ചു വരുമ്പോൾ ഇത് മിക്കവാറും തെറ്റായിട്ടാണ് മാർക്ക് ചെയ്യുക. എന്നാൽ ഇന്ന് പലരും കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. എല്ലാവരും കെയർഫുൾ ആവുക, നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാഡർ വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മെൻറ്ററിങ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ഇംഗ്ലീഷ് മെൻറ്ററിങ്. അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറൊപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളും ട്രെയിനറും മാത്രം ഒന്നിച്ച് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോഴ്സ് അഡ്വൈസറുമായിട്ട് സംസാരിക്കാം. എല്ലാ വിവരങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു ദിവസം നമുക്ക് 25 മിനിറ്റോളമാണ് ക്ലാസ് വരുന്നത്. ഏകദേശം 25 ദിവസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കസ്റ്റമൈസ്ഡ് ആണ്, 1-on-1 ആണ്. നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ ട്രെയിനറൊപ്പം, വേറെ സ്റ്റുഡൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ 25 ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഫ്രം ഇംഗ്ലീഷ് ലാഡർ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് us. Wish you all a good day.